കേരളത്തിലെ RSS കോൺഗ്രസ് ബാന്ധവത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. EMSനെയും AKGയെയും തോൽപ്പിക്കാൻ കൈകോർത്തവരാണ് കോൺഗ്രസും RSSുമെന്നും M സ്വരാജ് പറഞ്ഞു. കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIMനെതിരെ RSS ബന്ധം ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാണിച്ചായിരുന്നു M സ്വരാജിന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പച്ചക്കള്ളമാണെന്നും 1977 തെരഞ്ഞെടുപ്പിൽ BJP അല്ല ജനതാ പാർട്ടിയാണ് ഉണ്ടായിരുന്നത് എന്നും M സ്വരാജ് പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് രൂപീകരിക്കപ്പെട്ടത് പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയാണ്. അതിൽ RSSും ഇല്ല, അതിൽ BJP പിന്നെ പിൽക്കാലത്താണല്ലോ വരും. BJPയും ഇല്ല, ജനസംഘവും ഇല്ല, ജനതാ പാർട്ടി മാത്രമാണ്. ജനതാ പാർട്ടിയോട് ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ RSSും സ്വാധീനിക്കുന്നു ജനതാ പാർട്ടിയെ എന്ന വിമർശനം ഉയർന്ന ഘട്ടത്തിൽ ജനതാ പാർട്ടിയുമായി ഇടതുപക്ഷം ബന്ധം വിച്ഛേദിച്ചു. കേരളത്തിലെ കോൺഗ്രസ് RSS ബാന്ധവത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. EMSനെയും AKGയെയും തോൽപ്പിക്കാൻ കൈകോർത്തവരാണ് ഇരുകൂട്ടരുമെന്നും M സ്വരാജ് ഓർമ്മിപ്പിച്ചു. കോൺഗ്രസിന്റെയും RSSന്റെയും ബാന്ധവം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കേരള യാഥാർത്ഥ്യമാണ്. 1960 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ കോൺഗ്രസിനും ജനസംഘത്തിനും സംയുക്ത സ്ഥാനാർത്ഥിയാണ്. RSSും കോൺഗ്രസും കൈകോർത്ത് പിടിച്ച് തോൽപ്പിക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയുടെ പേര് EMS നമ്പൂതിരിപ്പാടെന്നാണ്. ഒരു ദശാബ്ദം കഴിഞ്ഞപ്പോൾ 1971 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പാലക്കാട് AKGയെ തോൽപ്പിക്കാൻ ഇതേ ഡീലുണ്ടായി. തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസും BJPയും തമ്മിൽ വ്യക്തമായ ഡീലുണ്ടെന്നും M സ്വരാജ് പറഞ്ഞു. തൃപ്പൂണിത്തുറ നഗരസഭ ഇപ്പോ BJP ഭരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ തവണ BJP പ്രതിപക്ഷമായിരുന്നു. കോൺഗ്രസ് 3ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് 1ാം സ്ഥാനത്ത് വരും. ഇതെങ്ങനെയാ വരുന്നത്? അപ്പൊ 3ാം സ്ഥാനത്ത് BJP പോകും. കാലങ്ങളായി തൃപ്പൂണിത്തുറയിൽ നഗരസഭയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് കോൺഗ്രസിനും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ട് BJPക്കും. ഇത് എത്ര കാലമായിട്ടുള്ള കച്ചവടമാണ്? ഗോൾ വർക്കർ ചിത്രത്തിന് മുന്നിൽ വളഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തി അവദാനങ്ങൾ പാടിയ ആളാണ് പ്രതിപക്ഷ നേതാവ്. ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ RSS എന്തുകൊണ്ട് VD സതീശനെ ക്ഷണിച്ചു എന്നും ആ ക്ഷണം സതീശൻ സ്വീകരിച്ചത് എന്തുകൊണ്ടാണെന്നും M സ്വരാജ് ചോദിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.